വിതുര റിയ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ 2000 മുതൽ 2023 വരെ ഉരുപ്പടി പണയം വയ്ക്കുകയും ഇടപാടുകൾ നടത്തി വരികയും ചെയ്തു. 2023 വരെ ഇടപാടുകൾ നടത്തി 2023 കഴിഞ്ഞ് 24 തുടക്കത്തിൽ ഒരു മാല ലാസ്റ്റ് പണയത്തിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ 2022 എൻ്റെ കയ്യിൽ നിന്നും ഈ റെസിപ്റ്റുകൾ ഒരു മോഷണത്തിന്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ 2022 തന്നെ ഞാൻ ഈ റിയ ഫിനാൻസ് എന്ന് പറയുന്ന വിതുര റിയ ഫിനാൻസ് സ്കൂൾ ജംഗ്ഷന് സമീപമാണ്. ആ കടയിൽ ചെന്ന് ഞാൻ പറയുന്നുണ്ട്, ഈ റെസിപ്റ്റുകളെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പുതിയ റെസിപ്റ്റ് എന്ന് വെച്ചാൽ 35 പവൻ്റെ ഉരുപ്പടിയാണ്. അപ്പോൾ 1-2 ഉരുപ്പടി ഒരുമിച്ചല്ല വെച്ചേക്കുന്നത്, എല്ലാം ഘട്ടം ഘട്ടമായിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഓരോന്നിൻ്റെ റെസിപ്റ്റ് എനിക്ക് അയാൾ തരേണ്ടതാണ്, എഴുതിയിട്ട് പലിശ അടയ്ക്കുന്ന സമയത്ത് പുതുക്കി തരേണ്ടതാണ്. അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഇപ്പം ഇത്രയും ഉരുപ്പടിയുടെ റെസിപ്റ്റുകൾ ഒന്നൊന്നായിട്ട് തരാൻ പറ്റില്ല, ഒറ്റ ഒരു ഇതായിട്ട് തൂക്കം, ഇയാള് തീയതി എഴുതില്ല, തൂക്കം, തുക, പലിശ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിന്റെ തീയതി ഇത്ര വർഷം ഇത്രാം തീയതി വെച്ചു അങ്ങനെ ഒന്നും അയാൾ എഴുതില്ല. അപ്പൊ അങ്ങനെ എഴുതി തന്നപ്പോൾ എനിക്കും ഒരു തീയതിയും വർഷമൊക്കെ ഇയാൾ തെറ്റിച്ചാണ് എല്ലാം എഴുതി തന്നേക്കണം ഈ റെസിപ്റ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം. ഇപ്പം ഞാൻ അവസാനമായിട്ട് അവിടെ ഉരുപ്പടി ഫുള്ള് അവസാനമായിട്ട് എടുക്കാൻ 23 ചെന്ന സമയത്ത് ഇയാള് ഈ തൂക്കം എഴുതിയിരിക്കുന്ന തെറ്റാണ്. എല്ലാം 4 പവൻ്റെത് 1 ഗ്രാം, 2 പവൻ്റെത് 1 ഗ്രാം അങ്ങനെയാണ്. തുകയെന്ന് വെച്ചാൽ 32,000 എന്നുള്ള 37,000, 5,000 എന്നുള്ള 10,000 അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പം മൊത്തത്തിലൊരു ഇതായപ്പോൾ ഞാൻ വിതുര സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു. കംപ്ലൈൻറ്റ് കൊടുത്ത സമയത്ത് ഞാൻ 2024 മെയ് 21-ാം തീയതിയാണ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്. ഈ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്ത് CI വിളിപ്പിച്ചിട്ട് ഇയാൾ വന്നില്ല. അന്ന് ഇലക്ഷൻ സമയത്തിരുന്നൊരു CI ആണ്, വിളിപ്പിച്ചിട്ട് ഇയാൾ വന്നില്ല. ഒരു മാസം കഴിഞ്ഞ് പിറ്റേ മാസം ജൂൺ 6-ാം തീയതി കണ്ടാണ് അയാൾ വന്ന സമയത്ത് ഇയാള് തൂക്കം കൂട്ടിയും തൂക്കം കുറച്ചും തുക കൂട്ടിയും എഴുതിയതിന്റെ പേരിലാണ് ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നത്. സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഒരു മാസം കഴിഞ്ഞ് ഇയാൾ വന്നിട്ട് പറയുന്നത് ലേലം വിളിച്ചു എന്നാണ്, ഉരുപ്പടി ലേലം വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ ഈ നിമിഷം വരെയും ഈ 2023 വരെയും പലിശ അടച്ചു, ലാസ്റ്റ് 16,000 രൂപ അയാൾ കൈപ്പറ്റുകയും ചെയ്തു. ആ കൈപ്പറ്റിയ കാര്യം അയാൾ സ്റ്റേഷനിൽ പറഞ്ഞു, കൈപ്പറ്റിയെന്ന് തന്നെ പറഞ്ഞു. 32,000 രൂപയ്ക്കുള്ള മാല 37,000 രൂപ എഴുതി വെച്ചത് അതും അയാൾ അവിടെ സമ്മതിച്ചു. 32,000 രൂപയ്ക്ക് തന്നെ തരാമെന്ന് സമ്മതിച്ചു. പക്ഷെ അയാൾ അവിടെ ലേലം വിളിച്ച റെസിപ്റ്റുകൾ ഹാജരാക്കാൻ പറഞ്ഞു. 35 പവൻ്റെ ഉരുപ്പടിയുടെ ഇതും ലേലം വിളിച്ചു എന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ അയാൾ അവിടെ ഹാജരാക്കിയ ഒരു സംഭവമാണ് ഇത്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് സീലടിച്ച ഒരു ഇതാണ്. ഇതിലൊരു 12 സെറ്റ് ഉരുപ്പടിയുടെ ഒരു AC നമ്പർ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഇതില് ഒറിജിനൽ ഒരു റെസിപ്റ്റ് 32,000 രൂപയ്ക്ക് വെച്ച മാലയുടെ ഒറിജിനൽ റെസിപ്റ്റ് കിട്ടിയപ്പോഴാണ് ഇതിലുള്ള ഇയാൾ കൊണ്ടുവന്ന AC നമ്പർ തെറ്റാണ്. ആ ഒറിജിനൽ റെസിപ്റ്റ് കിടക്കുന്ന AC നമ്പർ തെറ്റാണ്. നെടുമങ്ങാട് DYSP അന്വേഷണത്തിന് പോയപ്പോൾ കൊണ്ടുവന്ന AC നമ്പറും കറക്റ്റാണ്, നമ്മുടെ കയ്യിൽ കിട്ടിയ റെസിപ്റ്റും കറക്റ്റാണ്, ഒരേ AC നമ്പറാണ്. ഇയാൾ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഇത്രയും AC നമ്പർ വ്യാജമാണെന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവര് കേസ് ക്ലോസ് ചെയ്തു. കാരണം വക്കീല് ഈ കേസ് ക്ലോസ് ചെയ്തതിനു ശേഷം വക്കീൽ എന്നെ വിളിച്ച് പറഞ്ഞു, ഈ ഉരുപ്പടി നിങ്ങൾക്ക് ഇനി നിങ്ങൾ വിതുര സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല, നിങ്ങൾക്ക് ഉരുപ്പടി വേണമെങ്കിൽ എനിക്ക് വഴങ്ങി തരണം, ഇത് മാത്രമേ ഇനി പ്രതിവിധിയുള്ളൂ, അല്ലാതെ വേറെ ഒരു പ്രതിവിധിയില്ല. ഫയൽ എൻ്റെ കയ്യിലാണ്. ഈ ഫയൽ 300 തവണ CI സാർ ചോദിച്ചു ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഈ ഫിനാൻസിൽ നമ്മുടെ എല്ലാ റെസിപ്റ്റുകളും ഉള്ള ഒരു ഫയലുണ്ട്, ആ ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇയാൾ കേട്ടില്ല. ഒരു മാസം കഴിഞ്ഞ് ആണ് ഇയാൾ ഫയൽ അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഫയൽ വക്കീലിൻ്റെ കയ്യിലുണ്ടെന്ന് വക്കീൽ വിളിച്ചു പറഞ്ഞ റെക്കോർഡും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ആ ഫയൽ മൊത്തം നശിപ്പിച്ചു. കമ്പ്യൂട്ടറിലുള്ള സകല തെളിവുകളും DYSP ഓഫീസിൽ നിന്നാണ് ഈ തെളിവ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. കമ്പ്യൂട്ടറിലുള്ള സകല തെളിവുകളും ഇയാൾ നശിപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് വക്കീൽ എന്നെ വിളിച്ച് പറയുന്നത്, നിനക്ക് ഇനി ഒരു രക്ഷയുമില്ല, നിനക്ക് ഈ ഉരുപ്പടി 35 ഉരുപ്പടിയുടെ ഒറിജിനൽ തൂക്കവും തുകയും നിനക്ക് അടച്ച ഉരുപ്പടി വേണമെങ്കിൽ എനിക്ക് വഴങ്ങിത്തരണമെന്നാണ് അയാൾ പറയുന്നത്. അത് പോയിട്ട് പ്രധാനമായിട്ട് എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു, വിതുര സ്റ്റേഷനിൽ ഇനി പോയി CI കണ്ടിട്ടോ SI കണ്ടോ യാതൊരു കാര്യമില്ല, അവർ രണ്ടുപേരും കൈക്കൂലി വാങ്ങിച്ചു. 5,000 രൂപ അയാൾ എടുത്ത് പറയുന്നുണ്ട്, തുക സഹിതം പറയുന്നുണ്ട്. 5,000 രൂപ SI വാങ്ങിച്ചു, 8,000 രൂപ CI വാങ്ങിച്ചു, 10,000 രൂപ അയാൾ വാങ്ങിച്ച കാര്യം അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു 3 മാസത്തോളം വിതുര സ്റ്റേഷനിൽ ഇറങ്ങി കയറി. അത് കഴിഞ്ഞിട്ട് DYSP ഓഫീസിൽ പോയി DYSPയെ കാണാൻ വേണ്ടി ഹാർഡ് ഡിസ്ക് എടുത്ത് പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ 1 വർഷം കൊണ്ട് SP ഓഫീസിൽ, DGP ഓഫീസിൽ, DYSP ഓഫീസിൽ, ഈ പോലീസ് സ്റ്റേഷനുകളിൽ മൊത്തം ഞാൻ ഇറങ്ങണം. ഇപ്പൊ ഈ കൈക്കൂലി വാങ്ങിച്ചു എന്ന് വക്കീല് പറയുന്നുണ്ട്, വാങ്ങിച്ചോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അയാളുടെ കയ്യിൽ നിന്ന് ഒറിജിനൽ റെസിപ്റ്റുകൾ വാങ്ങിച്ചിട്ട് കോപ്പി എടുക്കാൻ കൊടുക്കുന്ന DYSP സാർ കോപ്പി എടുക്കാൻ കൊടുക്കുന്നത് എൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ്. പക്ഷെ ആ കോപ്പിയും ഇല്ല, കാര്യങ്ങളും ഇല്ല. അവസാനം കൂട്ടായിട്ടുള്ള തീരുമാനമാണ്. ഈ കേസിൽ ഉൾപ്പെടാത്ത പോലീസുകാർ വരെ വന്ന് നമ്മളെ ഹറാസ്മെന്റ് ചെയ്യാണ്. നിങ്ങൾ ഈ ഉരുപ്പടി വാങ്ങിച്ചിട്ട് പോകാൻ നോക്കുന്നതാണ് അവർ പറയുന്നത്.
ഈ ആരുടെയാണ്? എന്റെ പേര് സോഷ്യൽ മീഡിയ ഫുള്ള് ഞാൻ ഇൻഡസ്ട്രിയിലുള്ളതാണ്, ആർട്ടിസ്റ്റ് ആണ്. ആമി എന്നാണ് അറിയപ്പെടുന്നത്. ഒഫീഷ്യൽ നെയിം മഞ്ജു എന്നാണ്. സ്ഥലം ഇതിര. അവര് രണ്ടുപേരും പേര് എനിക്ക് അത്ര അറിയില്ല. ഉണ്ട്, നിലവിൽ അവിടെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. DYSP സാറ് മാത്രമാണ് മാറിപ്പോയി. അരുൺ എന്നാ അങ്ങനെ എന്തോ ആണ്. DYSP സാറ് മാറിപ്പോയി. അരുൺ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അരുൺ എന്നാണ്. അഡ്വക്കേറ്റ് സുധീഷാണ്. സുധീഷ് വഞ്ചിയൂർ കോടതിയിലെന്നാണ് അയാൾ പറഞ്ഞത്. ഉണ്ട്. നമ്പർ ഇപ്പൊ വക്കീലിന്റെ നമ്പർ കയ്യിലുണ്ട്. അവര് സ്റ്റേഷനിലെ നമ്പർ ഇതാണ് നമ്മൾ ഇതുവരെ വിളിച്ചിട്ടുള്ളത്. അല്ല, സ്റ്റേഷനിൽ ആ സ്റ്റേഷനിലെ നമ്പർ ഇതാണ് വിളിച്ചിട്ടുള്ളത്. ഇപ്പൊ വക്കീല് മാത്രമാണ് അയാളുടെ ഫോണിൽ നമ്മൾ വിളിച്ചിട്ടുള്ളത്. അയാളുടെ പേര് എന്നിട്ട് മുഹസി അങ്ങനെ എന്തോ ഒരു പേര്, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഉണ്ട് ഉണ്ട്, രണ്ടുപേരുണ്ട്. 62 38 62 72 74. ഒഫീഷ്യൽ നെയിം മഞ്ജു.